Good afternoon, everyone. I am Riji. I am a Montessori trainer. ഒത്തിരി കാര്യങ്ങൾ കേട്ടല്ലേ? ഒരുപാട് കാര്യങ്ങൾ കേട്ട് ഇങ്ങനെ എന്താ പറയാ, അത്രയും ക്യൂരിയോസിറ്റിയോട് ഇരിക്കുകയാണ് ഇപ്പൊ. എല്ലാവരും സാറ് പറഞ്ഞ പോലെ ക്യാമറ ഒക്കെ ഒന്ന് ഓൺ ചെയ്തേ. ഏതൊക്കെ ടീച്ചേഴ്സാ വന്നിട്ടുണ്ടെന്ന് നോക്കിയട്ടെ. ഹലോ, നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ മക്കളെ? ഓക്കെ, ക്യാൻ യു ഹിയർ മീ സർ? ഓഡിയബിൾ ആണോ? Yes, ma'am, it's audible. It's audible. Continue, ma'am. ഓക്കെ, ഓക്കെ. ദിസ് മൈ റോൾ ഈസ് വാട്ട് ഇസ് ദ മോണ്ടിസോറി? എന്താണ് മോണ്ടിസോറി? കുറെ അല്ലേ? അപ്പൊ എന്താണ് മോണ്ടിസോറി? മറിയ മോണ്ടിസോറി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലെ? സ്വന്തം പേരിന്റെ പേരില് ഇത്രയും പബ്ലിസിറ്റിയോട് കൂടിയിട്ട് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എത്രത്തോളം ഉണ്ടായിരിക്കും അത്? സ്വന്തം പേരാണ് എന്ത് മോണ്ടിസോറി എന്ന്. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ല. എഡ്യൂക്കേഷൻ സിസ്റ്റം മാത്രമല്ല, വേറെ ഒന്നുമില്ല. സ്വന്തം പേരോട് കൂടി ഇത്രയും പബ്ലിസിറ്റി നേടിയെടുക്കണമെങ്കിൽ അതിൽ എത്രത്തോളം ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടാവും ജസ്റ്റ് ഊഹിക്കാവുന്നേ ഉള്ളൂ അല്ലെ? പക്ഷെ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ആരാണ് മരിയ മോണ്ടിസോറി നോക്കാം. ആരായിരുന്നു മരിയ മോണ്ടിസോറി? ഷീസ് എ ഇറ്റാലിയൻ ഫിസിഷ്യൻ, ഒരു ലേഡി ഡോക്ടർ ആയിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലേഡി ഡോക്ടർ ആവുക എന്നുള്ളത് എന്താണ്, അത്രയും ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് എന്തുണ്ടായിരിക്കുക, ഫീൽഡിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുക. അപ്പോ ആ ഒരു ലേഡി ഡോക്ടർ ആയിട്ട് വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരിയ മോണ്ടിസോറിക്ക് തോന്നിയത്, എന്റെ ഫീൽഡ് എന്താണ്, ഈ ഒരു ഡോക്ടർ എന്ന ഫീൽഡ് അല്ല, എന്റെ ഫീൽഡ് എവിടെയാണ്, കുട്ടികളുടെ കൂടെ മിങ്കിൾ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിന്നാണ് കുട്ടികളോടുള്ള ഇഷ്ടം ഒരുപാടുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മരിയ മോണ്ടിസോറി ആ ഫീൽഡിൽ നിന്നൊക്കെ ഇറങ്ങി കുട്ടികളുടെ കൂടെ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. എങ്ങനെയാ പോയെ? പെട്ടെന്ന് കുറെ കുട്ടികൾ പിടിച്ചെടുക്കുകയാണോ ചെയ്തേ? അല്ല. എന്തുണ്ടായേ? റോം എന്ന നഗരം പുതുക്കി പണിതിന്റെ ഭാഗമായിട്ട് ഒരു നഗരത്തിലുള്ള മുഴുവനായിട്ടുള്ള കുട്ടികൾ എന്താ ചെയ്തേ, മറ്റൊരു ബിൽഡിങ്ങിലേക്ക് മാറ്റി. നമ്മുടെ വീട്ടിലൊക്കെ വെക്കേഷൻ ആണല്ലേ, നമ്മുടെ മക്കളുണ്ടാവും, അതുപോലെ വിരുന്ന് വന്ന മക്കളൊക്കെ ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ 2 ദിവസമൊക്കെ എങ്ങനെ ആയിരിക്കും, അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കളിയും ചിരിയും ഒക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ മക്കളെല്ലാവരും കൂടെ കൂടിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇതിലുള്ളവരൊക്കെ ഒരുപാട് ഹൗസ് വൈഫുകളല്ലോ, എങ്ങനെ ഉണ്ടാവും വീട്ടില്? നല്ല രസമായിരിക്കുമോ? അല്ല അല്ലെ? ഒരുപാട് ഭയങ്കര ബഹളവും സൗണ്ടും എല്ലാം കൂടെ കൂടിയിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, കുട്ടികൾ അടിയും പിടിയൊക്കെ ആയിട്ട്. അതേ ഒരു സംഭവം തന്നെയാണ് എന്തുണ്ടായത്, റോം എന്ന നഗരത്തിൽ ഉണ്ടായി തുടങ്ങിയത്. ഒന്നിച്ചൊരു നഗരത്തിലെ മുഴുവൻ മക്കളെയും എന്താണ്, ഒരൊറ്റ ബിൽഡിങ്ങിലേക്കാണ് മാറ്റിയത്. ആ ഒരു ഇതിൽ നിന്നാണ് എന്ത് ചെയ്തത്, മരിയ മോണ്ടിസോറിക്ക് ഒരു ആശയം ഉദിച്ചത്. എന്തുകൊണ്ട് ഈ മക്കളെ എല്ലാം കൂടെ ഒരുമിച്ചിരുത്തിട്ട് ഇവര് വെറുതെ കളിച്ചു നടക്കുന്ന ഈ സമയം എന്താക്കി മാറ്റാം, യൂസ്ഫുൾ ആക്കി മാറ്റാം എന്നുള്ള ഒരു ആശയം വന്നു തുടങ്ങിയത്. അങ്ങനെ എന്താ ചെയ്തതെന്ന് മരിയ മോണ്ടിസോറി, ആ ബിൽഡിങ്ങിൽ തന്നെ ഒരു റൂം എടുത്തിട്ട് ഈ കുട്ടികളെല്ലാം ഒരുമിച്ചിരുത്തി. ഈ ഒരുമിച്ചിരുത്തിയിൽ നിന്ന് പുതുതായിട്ടൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യാണോ ചെയ്തേ? അല്ല. കുട്ടികളിൽ നിന്ന് ഒബ്സർവ് ചെയ്ത് കുട്ടികൾക്ക് എന്താണോ ആവശ്യം, അവരുടെ ഇഷ്ടങ്ങൾ എന്താണോ എന്ന് മനസ്സിലാക്കി അവരെ ഒബ്സർവ് ചെയ്തിട്ടാണ് അവർക്ക് എന്ത് ചെയ്തത്, മരിയ മോണ്ടിസോറി ആക്ടിവിറ്റി കൊടുത്തത്. അല്ലാണ്ട് നിങ്ങൾ ഇന്നത് പഠിച്ചോ എന്ന് വെച്ചിട്ട് എന്താണ് ഒരു മെത്തേഡ് ഫോളോ ചെയ്യല്ല. അവരെന്തൊക്കെയാണോ ചെയ്യുന്നത് ആ കാര്യങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് തുടങ്ങി മരിയ മോണ്ടിസോറി. അങ്ങനെ അവരുടെ ഇഷ്ടങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ഇപ്പൊ ഈ കാണുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്തു വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ LKG പോകുന്ന ഒരു കുട്ടി രാവിലെ ഒറ്റയ്ക്ക് എണീറ്റ് അവന്റെ ഷൂ ലേസ് സെൽഫായിട്ട് അവന്റെ ഷൂവിന്റെ ലേസ് കെട്ടുക, അതുപോലെ ഷർട്ടിന്റെ ബട്ടൺ ഇടുക, അതുപോലെ ബാഗിന്റെ സിപ്പുകളൊക്കെ ക്ലോസ് ചെയ്യുക, ടൈം ടേബിൾ ഒക്കെ നോക്കി ബുക്ക് എടുത്ത് വെക്കുക. എന്തൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ? നമ്മൾ യാതൊന്നും അറിയുന്നതിന് മുന്നേ മക്കളതെല്ലാം സെൽഫായിട്ട് ചെയ്യുമ്പോൾ അതാണ് എന്ത്, മോണ്ടിസോറി സിസ്റ്റം എന്ന് പറയുന്നത്. മക്കളെ ഡെവലപ്പ് ചെയ്ത് സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് മാറ്റിയെടുക്കുന്ന ഒരു സിസ്റ്റം ആണ് എന്ത് ചെയ്തത്, മരിയ മോണ്ടിസോറി ഡെവലപ്പ് ചെയ്തത്. ഇതെല്ലാം ഒന്നിച്ചങ്ങ് കൊടുക്കുകയാണോ ചെയ്തേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ മക്കളെ? അത് ഓരോ ഏരിയകളായിട്ട്, അതായത് 5 കരിക്കുലം ഏരിയ ആയിട്ടാണ് എന്ത് ചെയ്തത്, മരിയ മോണ്ടിസോറി ഈ സിസ്റ്റം ഫോളോ ചെയ്തു തുടങ്ങിയത്. അതായത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, സെൻസോറിയൽ ഏരിയ, ലാംഗ്വേജ് ഏരിയ, മാത്സ് ഏരിയ, കൾച്ചറൽ ഏരിയ, ഇങ്ങനെ 5 ഏരിയ ആയിട്ട് എന്താണ് ഒരു ക്ലാസ് റൂം പോലെ തന്നെ എന്ത് ചെയ്തു, ആ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു. അതായത് കുട്ടിക്ക് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. കുട്ടിക്ക് എവിടെയാണോ ഇഷ്ടം, നമ്മൾ പഠിക്കാനിരിക്കുമ്പോ എങ്ങനെയാണ്, ഒരുപാട് വലിച്ചിട്ട സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കാതിരുന്നാൽ നമുക്ക് പഠിക്കാൻ ഇഷ്ടം ഉണ്ടാവുമോ? ഇല്ല അല്ലെ? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് എന്ത് വേണ്ടത്, കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഉണ്ടാക്കി കഴിഞ്ഞാല് എന്താണ്, അതിനോടൊരു ഇഷ്ടം തോന്നും. അതേ രീതിയിലുള്ള എന്താണ് ഒരു എൻവയോൺമെന്റ്, ഒരു അറ്റ്മോസ്ഫിയർ ആണ് എന്ത് ചെയ്തത്,
മരിയ മോണ്ടിസോറി ഡെവലപ്പ് ചെയ്തെടുത്തത്. ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് കുട്ടികളെ എത്രത്തോളം കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം അവരെന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അത് എന്താ പറയാ, അത്രയും പബ്ലിസിറ്റിയോട് കൂടി നമ്മുടെ നാട്ടിലുള്ളവരും അതുപോലെ പുറത്തുള്ള എല്ലാവരും എന്താ ചെയ്ത് സ്വീകരിച്ചു തുടങ്ങി. അതേ ഒരു സിസ്റ്റം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മരിയ മോണ്ടിസോറി അല്ലെങ്കിൽ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഡെവലപ്പ് ചെയ്ത് തരുന്നത്. നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫിംഗേഴ്സിനോട് ഒന്ന് ഇങ്ങനെ ആക്കി വെക്കേ. നിങ്ങളൊന്നും ക്യാമറ ഓഫ് ആയിട്ട് ഒന്നും കാണുന്നില്ല കേട്ടാ. എല്ലാവരും നോക്കിയേ, ജസ്റ്റ് ഒരു ഫീലിംഗ് കിട്ടുന്നില്ലേ? അതാണ് എന്ത് പറയുന്നത്, ടാക്ടൈൽ സെൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഭാഗം കൊണ്ട് പ്രസ് ചെയ്യുന്നതാണോ ഈ ഭാഗം കൊണ്ട് പ്രസ് ചെയ്യുന്നതാണോ നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത് കിട്ടുന്നത്? ഈ ഭാഗം കൊണ്ട് പ്രസ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ആക്ടിവിറ്റിയും ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഭാഗങ്ങൾ കൊണ്ട് ട്രേസ് ചെയ്തിട്ടും ആക്ടിവിറ്റി ചെയ്തിട്ടും കുട്ടിയുടെ ഫിംഗേഴ്സ് മസിൽ ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ഓരോ ആക്ടിവിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, മരിയ മോണ്ടിസോറി ഡെവലപ്പ് ചെയ്തത്. ഇത് ചെയ്യുന്നു നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ABCD എങ്ങനെയാണ് ബോർഡിലും സ്ലേറ്റിലും എഴുതിയിട്ട് എ എന്ന് എഴുതിയിട്ട് ദിസ് ഇസ് എ. മോണ്ടിസോറി മെത്തേഡ് പ്രകാരം എങ്ങനെയാണ്, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് 2 ഫിംഗേഴ്സ് വെച്ചിട്ട് ട്രേസ് ചെയ്യാം. ഈ ട്രേസ് ചെയ്യുമ്പോൾ ഇവിടെ ചെയ്യുമ്പോഴേ കുട്ടിക്ക് എവിടെയാ കിട്ടുന്നത്, അത് ബ്രെയിനിലേക്ക് എത്താണ്. ഒരു 10 തവണ കുട്ടിക്ക് സ്ലേറ്റിൽ പെൻസിൽ കൊണ്ട് എഴുതി കൊടുക്കുന്നതിന് തുല്യമായിട്ട് എന്താണ്, ഒരൊറ്റ തവണ കുട്ടി എന്ത് ചെയ്യും, ലെറ്റേഴ്സ് ട്രേസ് ചെയ്യുമ്പോഴേക്കും അത് അവൻ എന്ത് ചെയ്യും, ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ സിമ്പിൾ മെത്തേഡോട് കൂടിയും അവന്റെ ഫിംഗേഴ്സ് മസിൽ ഡെവലപ്മെന്റ്, റിസ്റ്റ് മസിൽ ഡെവലപ്മെന്റ്, ഓർഡർ, കോൺസെൻട്രേഷൻ, ഐ ഹാൻഡ് കോർഡിനേഷൻ, ഇങ്ങനെ എല്ലാം കണക്ട് ചെയ്തത് കുട്ടിനെ എത്രത്തോളം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള ആ രീതിയിലേക്കാണ് നമ്മുടെ മരിയ മോണ്ടിസോറി നമ്മുടെ കരിക്കുലം ഏരിയ കൊണ്ടുവന്നത്. ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ ഒരു ടീച്ചർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൂം അത്ര എൻജോയ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് എടുക്കാൻ പറ്റും. ആ രീതിയിലേക്കാണ് ജനിക്കുന്നത്. ഒരു ട്രഡീഷണൽ മെത്തേഡ് പഠിപ്പിക്കുന്ന ടീച്ചറിനെക്കാളും എത്രയോ ബെറ്റർ ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന മെത്തേഡാണ് എന്ത്, മോണ്ടിസോറി മെത്തേഡ്. ഇപ്പൊ എവിടെ നോക്കിക്കഴിഞ്ഞാലും എങ്ങനെയാണ് ABCD മെത്തേഡൊക്കെ പോയിട്ട് ആബ് അതായത് ഫോണിക് സൗണ്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ക്ലാസ് റൂം ഒരു ഫോണിക് സൗണ്ടിൽ ക്ലാസ് എടുക്കാനും കുട്ടികളിലേക്ക് ഇറങ്ങി ചെന്ന് കുട്ടികളുടെ ഒരു മെന്റർ ആയിട്ട് ഒരു ഗൈഡ് ആയിട്ട് പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു കോഴ്സാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ മോണ്ടിസോറി കോഴ്സായിട്ട് സീസു പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മോണ്ടിസോറി ലാബ് വേണ്ടേ, ലാബ് ഇല്ലാണ്ട് എങ്ങനെ തിയറി മാത്രമായിട്ട് കേട്ട് പഠിക്കുക എന്നുള്ളത്. ഓരോ ജില്ലകളിലും നിങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മോണ്ടിസോറി ലാബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനി ടൈം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും അതിന് വീഡിയോസും കാര്യങ്ങളും ഷെയർ ചെയ്തിട്ട് എന്താണ് ഓരോ മെറ്റീരിയൽസ് ഒന്നും ഡീപ്പായിട്ട് പറയുന്ന ഫാക്കൽറ്റീസുകൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇരിക്കുന്ന ഈ ഒരു സമയം ഇത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എത്തുന്ന ഒരു സമയം ഉണ്ടല്ലോ, നമ്മളെ കോട്ടൊക്കെ കിട്ടിട്ട് തായ സാർ പറഞ്ഞ പോലെ മോണ്ടിസോറി ടീച്ചർ എന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിൽ പിടിച്ചിട്ട് ഒരു മോണ്ടിസോറി സ്കൂളിലേക്ക് കയറി ചെല്ലുന്ന ഒരു മൊമെന്റ് സ്റ്റെക്കാണോ മക്കളെ? ഓക്കെ ഓക്കെ, നൗ ആർ യു ഓഡിയബിൾ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, EPL ഏരിയ, സെൻസോറിയൽ ഏരിയ, മാത്സ് ഏരിയ, ലാംഗ്വേജ് ഏരിയ, കൾച്ചർ ഏരിയ. ഈ 5 ഏരിയയിലൂടെ കടന്നു പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു കുട്ടിയുടെ കറക്റ്റ് ഡെവലപ്പിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് EPL ഏരിയ എന്താണ്? EPL ഏരിയ പ്രാക്ടിക്കലായിട്ട് കുട്ടികൾ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യേണ്ട കിട്ടുന്ന കാര്യങ്ങളിലേക്ക് എന്താണ് കുട്ടി ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് പറഞ്ഞു, എങ്ങനെയാണ് ഒരു മുടി പിന്നിടുക, എങ്ങനെയാണ് ഒരു ജഗ്ഗിൽ നിന്ന് മറ്റൊരു ജഗ്ഗിലേക്ക് വെള്ളം, ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് കളയാണ്ട് കുട്ടി ഒഴിക്കുന്നത്, എങ്ങനെയാണ് അവന്റെ ഷൂലേസ് കിട്ടുന്നത്, എങ്ങനെയാണ് അവന്റെ ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്യുന്നത്, എങ്ങനെയാണ് ലഞ്ച് ബോക്സ് ക്ലോസ് ചെയ്യുന്നത്, ബാഗിന്റെ സിപ്പ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, അങ്ങനെ ഓരോ കുഞ്ഞു കാര്യങ്ങളിലൂടെയും അവനാണ് എന്ത് ചെയ്യുന്നത്, EPL ഏരിയ കടന്നു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ സെൻസോറിയൽ ഏരിയ. സെൻസോറിയൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് സർക്കിൾ എന്തായിരുന്നു, ജസ്റ്റ് കൂടുമ്പോൾ സർക്കിൾ വരച്ചിട്ട് പറയും ഡിസീസ് സർക്കിൾ. മോണ്ടിസോറി മെത്തേഡ് പ്രകാരം എങ്ങനെയാണ്, ആ സർക്കിൾ കയ്യിലെടുത്തിട്ട് നമ്മൾ എന്താ പറയുന്നത്, പ്ലീസ് ട്രേസ് ഇറ്റ്. ട്രേസ് ചെയ്യാനാ പറയുന്നത്. കുട്ടി അത് ഫീൽ ചെയ്തിട്ട് എന്താണ് സർക്കിൾ എന്ന് മനസ്സിലാക്കിയിട്ടാണ് കുട്ടി ചെയ്യുന്നത്. ബിഗ് എന്താണ്, സ്മോൾ എന്താണ്, തിക്ക് എന്താണ്, തിൻ എന്താണ്, ടോൾ എന്താണ്, ഷോർട്ട് എന്താണ്, അതെല്ലാം എന്ത് ചെയ്യാണ് കുട്ടി ഫീൽ ചെയ്യാണ്. അതുപോലെ ഡിഫറെന്റ് ടേസ്റ്റുകൾ, ബിറ്റർ, സോറ്, സാൾട്ട്, ഇതൊക്കെ എങ്ങനെയാണ് കുട്ടി ഓരോ സ്പില്ലറിലും അവന്റെ ടെങ്കിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് ലിപ്പ് ചെയ്തിട്ട് അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഓരോന്ന് കേട്ടും കണ്ടും തൊട്ടും അറിഞ്ഞുമാണ് എന്ത് ചെയ്യുന്നത്, അവൻ സെൻസോറിയിലൂടെ കടന്നു പോകുന്നത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവൻ എത്തുന്ന എവിടേക്കാണ്, ലാംഗ്വേജ് ഏരിയയിലേക്ക്. ലാംഗ്വേജ് ഏരിയ അല്ലെ, നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു കാറ്റ് എന്ന സ്പെല്ലിങ് എങ്ങനെ പഠിച്ചിരുന്നത്, CAT, CAT, BAT, ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ എല്ലാവരും പഠിച്ചിരുന്നത്.
ഒരു മോണ്ടിസോറി മെത്തേഡ് പ്രകാരം നമ്മൾ കുട്ടിയോട് എന്താ ചോദിക്കുന്നത്? ബേബി വിച്ച് സൗണ്ട് യു ഹിയർഡ് വെൻ ഐ സേ കാറ്റ്? കാറ്റ് എന്ന് പറയുമ്പോ നീ എന്ത് സൗണ്ടാ കേൾക്കുന്നത്? ഖ്. ബേബി വാട്ട്സ് ദ നെക്സ്റ്റ് സൗണ്ട് യു ഹിയർഡ് വെൻ ഐ സേ കാറ്റ് ആഫ്റ്റർ ഖ്? ആ. ബേബി വാട്ട്സ് ദ ലാസ്റ്റ് സൗണ്ട് യു ഹിയർഡ് വെൻ ഐ സേ കാറ്റ്? ട്. കുട്ടി എങ്ങനെ പഠിക്കുന്നത്? ഖ്, ആ, ട്. കാറ്റ്. CAT, BAT. ആ മെത്തേഡിന് തികച്ചും വ്യത്യസ്തമായി ടീച്ചർ എന്താണോ പറയുന്നത്, ഒരു ബേബിയോട് പറയാണ് ഐ ഹാവ് വൺ വേർഡ് ഇൻ മൈ മൈൻഡ് ദാറ്റ് ഇസ് ബാറ്റ്. എന്റെ മൈൻഡിൽ എന്താണ്? ഒരു വേർഡ് ഉണ്ട്, അത് ബാറ്റ് ആണ്. പ്ലീസ് ടെൽ മീ ദാറ്റ്സ് ദ ലെറ്റേഴ്സ് ബ്, ആ, ട്. കുട്ടിക്ക് ഓരോ സൗണ്ട് വെച്ചിട്ട് കുട്ടി എന്ത് കണ്ടാലും കുട്ടി എന്ത് ചെയ്യാണ്? റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലേക്കാണ് എന്ത് വരുന്നത്? നമ്മുടെ ലാംഗ്വേജ് ഏരിയ വരുന്നത്. ദെൻ മാത്സ് ഏരിയ കുട്ടി ഓരോ ബീഡ്സ് വെച്ചിട്ടും കൗണ്ടേഴ്സ് വെച്ചിട്ടും കൗണ്ട് ചെയ്തിട്ട് ഓരോന്നും അങ്ങനെ 1, 2, 3 വെച്ചിട്ട് കൗണ്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? വാട്ട്സ് ദ നെക്സ്റ്റ് നമ്പർ 2? ബേബി പ്ലീസ് ടേക്ക് 2 ബീഡ്സ് ഫ്രം സ്പിൻഡിൽ ബോക്സ്. അല്ലെങ്കിൽ ബീഡ് സ്പിൻഡിൽ തന്നിട്ട് എന്ത് ചെയ്യും? ഓരോന്നും കുട്ടി എന്ത് ചെയ്യാണ്? 1, 2 കൗണ്ട് ചെയ്തിട്ട് കുട്ടി ടച്ച് ചെയ്തിട്ട് ഫീൽ ചെയ്തിട്ടാണ് എന്ത് പറയുന്നത്? മാത്സ് പഠിക്കുന്നത്. ദെൻ കൾച്ചർ ഏരിയ എന്താണ് എർത്ത്, എന്താണ് വേൾഡ്, എന്താണ് ഓഷ്യൻസ്, എന്താണ് കോണ്ടിനൻസ്, എന്താണ് നേച്ചർ, ഇതെല്ലാം കുട്ടി എന്ത് ചെയ്യാണ്? ഓരോന്നും അറിഞ്ഞു കണ്ടിട്ടാണ് എത്തുന്നത്. ഈ ഒരു ഏരിയ കഴിയുമ്പോഴേക്കും നമ്മൾ എന്തായിരിക്കും? മോണ്ടിസോറി ടീച്ചർ എന്ന് പറയുന്നത് ഫുൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടീച്ചറായിട്ട് തീർച്ചയായിട്ടും മാറും. ഓരോ ഏരിയകളിലേക്കും ആഴ്ന്നിറങ്ങി പഠിക്കുമ്പോഴേക്കും എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തുക എന്നുള്ളത് നമ്മൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. അതിനുള്ള എല്ലാ സപ്പോർട്ടും കൂടി എന്താണ്? സീസ് നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ ഡിയേഴ്സ്, അപ്പോ നമ്മുടെ ഈ ഒരു മോണ്ടിസോറി കോഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റക്ക് ആവുന്നുണ്ട്. ഓക്കെ നമ്മുടെ ഈ ഒരു മോണ്ടിസോറി കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്താണ് ഒരു നഷ്ടം വരുന്നല്ല. ഫസ്റ്റ് നമ്മളെ രുക്സാനമ്മ പറഞ്ഞ പോലെ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ മാത്രമല്ല, തീർച്ചയായിട്ടും ഈ മോണ്ടിസോറി കോഴ്സ് കഴിഞ്ഞാൽ ജോബ് കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾ ടീച്ചർ ആവാൻ റെഡിയാണോ? അതാണ് ആദ്യം വേണ്ടത്. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ ടീച്ചറാക്കാൻ ഞങ്ങൾ റെഡിയാണ്. അതായത് സീസ് റെഡിയാണ്. നിങ്ങൾ റെഡി ആവുക എന്നുള്ള ഒരൊറ്റ തിങ്കിങ് മാത്രമേ ഇപ്പൊ എടുക്കേണ്ടുള്ളൂ. മോണ്ടിസോറി ടീച്ചർ ആവുക എന്നുള്ളത് എന്താണ്? ഒരു പാഷനായിട്ട് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കിട്ടുന്ന കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. ഇറങ്ങുക എന്നുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് നിങ്ങൾ വേണ്ടത്. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു. വൈൻഡ് അപ്പ് മൈ ക്ലാസ്.